പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ് അന്ധകാഴ്ച നൽകിയവനെ, കർത്താവ് ചെകിട നൽകിയവനെ, കർത്താവ് ഊമന സംഭാഷണത്തിൽ നൽകിയവനെ, കർത്താവ് മഹോരോഗപ്പെടുത്തിയവനെ, കർത്താവ് തലവാരോഗപ്പെടുത്തിയവനെ, കർത്താവ് മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവ് കാനയിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കടലിനെ ശാന്തമാക്കി 50,000 പേർ കൊണ്ട് തീറ്റിപ്പൂറ്റിയവനെ, കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോരോ സാഹചര്യം അനുസരിച്ചുകൊണ്ട് സാഹചര്യത്തിന് ഒത്തവിധം ജീവിതത്തെ നീ അഭിസംബോധന ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവേ. അങ്ങയുടെ ആ സ്നേഹം ഇപ്പോൾ ജ്വലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ നാവ് വിളിച്ച് അപേക്ഷിക്കുന്ന മക്കൾക്ക് ഇന്ന് അവരെവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചിന്തിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, എന്തെല്ലാം എഴുതുന്നു, എന്തെല്ലാം കറസ്പോണ്ട് ചെയ്യുന്നു, എന്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എല്ലാ മേഖലയിലും കർത്താവിന് ശക്തി പ്രവർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ ഇടപെടലുകൾ എല്ലാം കർത്താവിനകത്ത് ആശ്രയിക്കപ്പെടട്ടെ. നിനക്ക് താങ്ങാനാവാത്ത വിഷയങ്ങളിലൂടെ അന്ന് കടന്നു പോകണമെങ്കിൽ പൂർണ്ണമായി അത് ഈശോ ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഞാൻ ഇന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജപമാലയും ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിലുള്ള എല്ലാ സൽപ്രവൃത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിൻ്റെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. നീ ഇത് ഉണർന്നിരുന്നിരിക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഉശിരോടെയും ഉണർവോടും കൂടി നീ എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷിയാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിൻ്റെ ദിവസത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ഇടിച്ചു നിൽക്കരുത്. അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ദൈവത്തിൽ നിന്ന് മാത്രമേ ഒരു മനുഷ്യന് ഗുണമായാലും ദോഷമായാലും നമുക്ക് ഗുണം തന്നെ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ചിട്ടും ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഓർക്കരുത്. ഇതൊക്കെ മനുഷ്യർ ഓർക്കും. പക്ഷേ ഒരിക്കലും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. വെച്ചാൽ ദൈവത്തിൽ നിന്ന് ആകപ്പാടെ കിട്ടുന്നത് ഒറ്റ കാര്യമാണ്. എന്താണത്? ഞാൻ ഇത്രയും നാളിങ്ങനെ ദൈവത്തിൻ്റെ കൂടെയൊക്കെ നടന്നും ആയിരക്കണക്കിന് വചനങ്ങൾ പഠിച്ചും ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തും നിരന്തരമായ അഭിഷേകത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടണൊരു സാധനമുണ്ട്. ദൈവത്തിൽ നിന്ന് മനുഷ്യന്മാർക്ക് കിട്ടുന്ന ആകപ്പാടെ 3 അക്ഷരമേ ഉള്ളൂ. എന്താണത്? മഹത്വം എന്ന് പറയും. അത് ആന ചരിഞ്ഞാലും 12000, ആന നിന്നാലും 12000 എന്ന് പണ്ട് പറയത്തില്ലേ? പണ്ട് ആനക്ക് 12000 രൂപ ഉണ്ടായിരുന്ന കാലത്ത് മലയാളികൾ ഇറക്കിയ ഒരു അനുഭവമാണ്. ആന നിന്നാലും 12000, ചെരിഞ്ഞാലും 12000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12000 രൂപ. നിന്നാൽ എന്താ? ആനയെക്കൂടെ പണിയെടുപ്പിക്കാമല്ലോ, അങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം. ചെരിഞ്ഞാൽ എന്താ? ആനക്ക് കൊമ്പ് കിട്ടും. ചെരിഞ്ഞാൽ ആന ചത്തു കഴിഞ്ഞാൽ ആനക്ക് കൊമ്പ് കിട്ടും. അത് അത് ഇത്രയും വില ഉണ്ടായിരുന്നു. അതാണ് ആന നിന്നാലും 12000, ചെരിഞ്ഞാലും 12000 എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മളൊരു വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടാലും നമുക്ക് ദൈവത്തിന് മഹത്വം കിട്ടും, വിജയിച്ചാലും മഹത്വം കിട്ടും. അതറിയണമെങ്കിൽ ഇപ്പോൾ ഞാനെന്താ ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞതെന്നറിയാം. ഇപ്പോൾ ലാസറിൻ്റെ വിഷയമില്ലേ? സുവിശേഷത്തിൽ ലാസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസർ ക്ഷീണിതനായെന്ന് പറയുമ്പോൾ ഈശോ എന്താണ് അതിന് റെസ്പോണ്ട് ചെയ്യണത്? അയാൾ മരിച്ചു പോകുന്ന ഈശോയ്ക്ക് അറിയാം. പക്ഷെ അതിനെ റെസ്പോണ്ട് ചെയ്യണത് അയാൾ മരിച്ചു പോകുന്നല്ല റെസ്പോണ്ട് ചെയ്യണം, നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണത്. മരണമാണ് സംഭവിച്ചത്, പക്ഷെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണത്. എന്താ പറയണത്? യോഹന്നാൻ 11:4 അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. ലാസറിന്റെ മരണമാണ് ഒരു ഇൻസിഡന്റ്. അത് സംഭവിക്കുകയാണ്. അപ്പോൾ ഓൾ ഓൺ എ സഡൻ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ ഈശോ എന്താ പറയണത്? ഈ രോഗം മരണകാരണമല്ല, മറിച്ച് എന്താണ്? ദൈവപുത്രൻ മഹത്വപ്പെടാനുള്ളതാണ്. പിതാവായ ദൈവവും അവനിൽ മഹത്വപ്പെടും. ഇപ്പോൾ 2 മഹത്വമാണ് ഈ വിഷയം കൊണ്ട്. ഒന്ന് പിതാവ് മഹത്വപ്പെടും, രണ്ടാമത് പിതാവിൻ്റെ മഹത്വത്താൽ പുത്രന് മഹത്വപ്പെടും. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നൊരു മനുഷ്യന് കിട്ടേണ്ട ഇത് മാത്രമേ ഉള്ളൂ, അതായത് മഹത്വം. അതുകൊണ്ടാണ് ഈ വിഗ്നേസ് ലയോളയൊക്കെ ഉണ്ടല്ലോ,
അവരെപ്പോഴും ലെറ്റർ എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത്? ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവർക്കത് എവിടെ നിന്നാണ് കിട്ടിയത്? അഗ്നേസ് ലയോളായും എഴുതുമായിരുന്നു കത്തിൻ്റെ മുകളിൽ ഇപ്പം നമ്മൾ JMJ എന്ന് എഴുതത്തില്ലേ, അതിന് അവരെഴുതിക്കൊണ്ടിരുന്നത് ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് ഇഗ്നേസ് ലയോളാണ് തുടങ്ങി വെച്ചത്. ഫ്രാൻസിസ് സേവർ അത് കണ്ടുപഠിച്ചിട്ട് ഫ്രാൻസിസ് സേവറിൻ്റെ കത്തുകളിലും എല്ലാം ഉണ്ട്. എന്താണ്? ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജീവിതത്തിൽ സംഭവിക്കണതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അവരവരെ പരാജയമായിട്ട് കാണുന്നില്ല ഈ വിഷയത്തെ. അപ്പോൾ അതാണ് ദൈവഹിതമെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ പാലിച്ചതിൻ്റെ പേരിൽ ദൈവം മഹത്വപ്പെടുന്നു, ദൈവത്തിൻ്റെ വചനം മഹത്വപ്പെടുന്നു, പിതാവ് ദൈവം മഹത്വപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുത്രനായ ദൈവവും മഹത്വപ്പെടും. അപ്പം ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാകണം. നിർഭാഗ്യവശാലേ നമ്മൾക്ക് ഈ കാറ്റക്കിസം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ് കിട്ടിയിരിക്കുന്നത്. നിർഭാഗ്യവശാലെന്ന് പറഞ്ഞാൽ എന്താ ആശ്ചര്യ, അതായത് നമ്മൾ ഇപ്പോഴല്ല പണ്ട് മുതലേ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം സുവിശേഷം എടുത്തിട്ട് അതിൻ്റെ ക്യാപ്സൂളാണ് നമുക്ക്, അതിൻ്റെ ജിസ്റ്റ് കടഞ്ഞെടുത്തിട്ട് ക്യാപ്സൂളായിട്ട് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അത് നമുക്ക് പിള്ളേർക്ക് കുഴപ്പമില്ല, പിള്ളേർക്ക് അത് പഠിക്കാൻ എളുപ്പമാണ്, ആദ്യ കുർബാനയ്ക്ക് പഠിക്കാം. പക്ഷേ പിന്നീട് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. സുവിശേഷത്തിൻ്റെ മൊത്തം ജിസ്റ്റാണ് നമ്മൾ എടുത്തിട്ട് സുവിശേഷത്തിൻ്റെ മുഴുവനുമാണ് നമ്മൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം. സുവിശേഷം അതേപടിയാണ്. അല്ലാതെ അതിൻ്റെ ഒരു ഡോക്ട്രിന ക്രിസ്തവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ടത്തെ ഫ്രാൻസിസ് സേവ്യറിൻ്റെയൊക്കെ പുസ്തകമില്ലേ, ഹെൻറിക്കസിൻ്റെ, അപ്പോൾ അത് നമ്മൾ അനുസരിക്കുക എന്ന്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ന് വെച്ചാൽ അനുസരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്നുള്ള റെസ്പോണ്ട് അതാണ്. പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ അനുസരിക്കുക അല്ല, ശരിക്കും ദൈവത്തെ അനുഭവിക്കുകയാണ് പറയണത്. സുവിശേഷത്തെ വിശ്വസിക്കുക, അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുന്നില്ലേ. ആ സുവിശേഷം അനുഭവിക്കുക എന്ന് പറയുമ്പോഴാണ് ഈ അനുതാപം അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. കാറ്റഗിസം ഒരു മുതിർന്നവരുടെ കാറ്റഗിസം ആ ലെവലിലേ പോകാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യണ പബ്ലിക് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഞങ്ങൾ ആ രീതിയിലാണ് സുവിശേഷത്തെ നിങ്ങളുടെ ശ്രദ്ധിച്ച ഇവിടെ ധ്യാനം ശ്രദ്ധിച്ചില്ലേ. അപ്പം അതിനകത്ത് ഇങ്ങനെ ക്യാപ്സൂൾ കൊടുക്കത്തില്ല, മറിച്ച് അപ്ലൈഡ് ബിബ്ലിക്കൽ തിയോളജിയാണ് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ജീവിതത്തിൽ അതൊരു ഡോക്യുമാറ്റിക്കായിട്ട് നിൽക്കത്തില്ല, മറിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള. അപ്പം അതുകൊണ്ടാണ് ജീസസ് ഏതാണ്ട് അതുപോലെയാണ്. മോശമായ അനുഭവങ്ങൾ വരുമ്പോൾ ഉടനെ അതിൻ്റെ അകത്ത് മോശം സംഭവിച്ചല്ല, അയ്യോടാ ഇനി എന്ത് ചെയ്യും എന്നൊക്കെയല്ലേ. ഇപ്പോൾ സ്നേഹിതരെ ലാസ്റ്റർ മരിച്ചു, ഈശോടാ ഇനി എന്ത് ചെയ്യും എന്നല്ല പറയണത്. എന്താണ് ഇത്? ദൈവം മഹത്വപ്പെടാനുള്ള സമയമാണ്. പിതാവ് ദൈവവും അവനിൽ മഹത്വപ്പെടുന്നു. അപ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് സംഭവിക്കുമ്പോൾ കർത്താവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം. ഈശോ അതാണ് പ്രാർത്ഥിച്ചത്. നെഗറ്റീവ് സംഭവിക്കുമ്പോൾ ആ വചനെടുത്ത് യോഹന്നാൻ 12:28, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഒക്കർ ചെയ്ത് സംഭവിച്ചാൽ ഫസ്റ്റ് റെസ്പോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രെയർ? എന്താണ്? പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പം ആ പ്രെയറിന് പെട്ടെന്ന് റെസ്പോണ്ടിങ് ആണ്. എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടും. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ വിചാരിക്കണ പോലെ നടക്കണില്ലെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് ഈശോ തന്നിരിക്കുന്നത്. ഏതാണ്? യോഹന്നാൻ 12:28. എന്താണ്? പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങനെ പ്രാർത്ഥിക്കാവൂ. പ്രൈസറാണ്. ഉത്കണ്ഠയൊക്കെ വിട്ട്, സങ്കടമില്ല വിട്ട് ദൈവ സാന്നിധ്യത്തിലാണ്, അമ്മയുടെ മുമ്പിൽ തന്നെയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ അമ്മയുടെ മുമ്പിലാണ് ഞാൻ ഉള്ളൊരു ബോധ്യത്തിലിരിക്കുക. അപ്പം ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട്, ആ ഒരു അവബോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം ദൈവം ഒരുക്കി തന്ന് ഇത് സംസാരിക്കാനുള്ള. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും വലിയ അനുഭവങ്ങളുണ്ടാകും. എന്തുകൊണ്ട് അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വെച്ചാൽ,
എനിക്ക് അനുഭവം ഉണ്ടായി. അപ്പോൾ ആ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും. നമ്മൾ ഉടമ്പടി എടുക്കാനാണ് വന്നിരിക്കുന്ന. ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അമ്മയുടെ മുമ്പിൽ, അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് പിന്നെ പ്രശസ്തിയില്ല. അവിടെ നിങ്ങളുടെ ഉത്കണ്ഠയ്ക്കും പ്രശസ്തിയില്ല. ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അതെന്താണെന്നാ, ഞാനും അച്ഛനും ധ്യാനിപ്പിക്കാൻ വേണ്ടി ഉടമ്പടി ധ്യാനമാണ് കാനഡ പോയിരുന്നത്. അവിടെ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചിരുന്നു. ഒരമ്മയാണ് വിളിച്ചത്. ആ അമ്മയും മകളും അവിടെ ഉടമ്പടി ധ്യാനത്തിന് കാനഡ വന്നിരുന്നു. അവിടെ അവർ കാനഡയിൽ തന്നെയാണ്, പക്ഷേ അത് കുറേ ദൂരമാണ്. ഒരു ഫ്ലൈറ്റ് പിടിച്ചാൽ വരേണ്ടത്. ഞങ്ങൾക്ക് ഒണ്ടാരിയോയിലായിരുന്നു ധ്യാനം, ടൊറൻറ്റോ ഒണ്ടാരിയോ. അവർ കുറേ ദൂരമാണ്. അപ്പോൾ അവർ ഫ്ലൈറ്റിൽ തന്നെ വന്നു. അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല നെരുക്കമുള്ള സമയമാണ്. അവളെ മോക്ക് ആ വിസ എക്സ്പയറായിട്ട് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ കയ്യിൽ കാശില്ല. ഒരു നുള്ളിപ്പെറുക്കി കാശും എടുത്ത് രണ്ടുപേരും കൂടി, ഇതൊക്കെ ഈ ഇടയ്ക്കാണ് പറഞ്ഞത്, ഈ ധ്യാനത്തിന് വന്ന, ഉടമ്പടി ധ്യാനത്തിന് വന്ന. അപ്പോൾ ഉടമ്പടിയുടെ മുഖ്യത്വം നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ദൈവം ഇതിനെ എങ്ങനെയാണ് ഇതിന് വില കൽപ്പിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവർ അവിടെ വന്ന് ധ്യാനമൊക്കെ കഴിഞ്ഞ്, ഇവരെ ഞാൻ ഓർക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് അടുത്ത ദിവസം എനിക്കും അച്ഛനും ഫ്ലൈറ്റാണ്. അപ്പോൾ ഫ്ലൈറ്റ് ഉച്ചയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ കാലത്തെ ഇത് മറ്റേ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടല്ലോ, ആ നയാഗ്ര വാട്ടർഫോൾ തൊട്ടടുത്താണ്, 15 മിനിറ്റേ ഉള്ളൂ അവിടെ അടുത്ത്. അപ്പോൾ എയർപോർട്ട് പോകുന്ന വഴിക്ക് നയാഗ്ര വാട്ടർഫോൾ കണ്ടിട്ട് പോകുന്ന വെച്ച് ഞങ്ങൾ കാറിൽ നയാഗ്ര വാട്ടർഫോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ സഹോദരിയും അതിൻ്റെ മോളയും കണ്ടായിരുന്നു. വഴി വെച്ച് അത് ഓടി വന്ന് ബ്ലസ്സിങ്ങിലൊക്കെ വന്നായിരുന്നു ചിലക്കാട്. അപ്പം അങ്ങനെ ഞാൻ അവരുടെ മുഖം ഓർക്കുന്നുണ്ട്. പിന്നെ അവരെ പിന്നെ വിളിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് നമ്പർ വാങ്ങിച്ചായിരുന്നു എൻ്റെ. അപ്പോൾ ഇത് അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ധ്യാനം കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചുപോയി. ഇവരുടെ കയ്യിൽ കറക്റ്റ് ഫ്ലൈറ്റിൻ്റെ കാശ് മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുത്ത് കയ്യിൽ കാശൊന്നുമില്ല. ഇവരന്ന് ഫ്ലൈറ്റിൽ പോയപ്പോഴത്തേക്ക് ആ ഫ്ലൈറ്റ് ലേറ്റായി. ആദ്യം 2 മണിക്കൂറെന്ന് പറഞ്ഞ്, പിന്നെ 4 മണിക്കൂറായി. പിന്നെ കുറച്ചുകൂടി ലേറ്റായപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഈ പൈസ റീഫണ്ട് ചെയ്യും, നിങ്ങൾ വേറെ ഫ്ലൈറ്റ് വേണമെങ്കിൽ അത്യാവശ്യമുള്ളവർ പോയിക്കോ, ഈ ഫ്ലൈറ്റിൽ നീ നാളെ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഫ്ലൈറ്റ് മാറ്റി വെച്ച് ഇതിൻ്റെ ടൈമിങ് നാളെയാക്കി, അടുത്ത ദിവസത്തേക്കാക്കി. ഇവരുടെ കയ്യിൽ വേറെ ടിക്കറ്റ് എടുക്കാനുള്ള കാശില്ല. വീട്ടിൽ പോയാൽ ചിലവിനുള്ള കാശുമില്ല, ഭക്ഷണം കഴിക്കാനുള്ള കാശ് പോലും ഇല്ല. അതുകൊണ്ട് ഇവർ എയർപോർട്ടിൽ തന്നെ നിന്ന്, എയർപോർട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും അവർ ആ സമയമാകുമ്പോഴത്തേക്കും ഭക്ഷണം കൊടുക്കും അവിടെ. എന്നിട്ട് ഭക്ഷണം കഴിച്ച് ഒരു കൊന്തയും ചൊല്ലി അവിടെ ഇരുന്നപ്പോൾ അടുത്ത ദിവസം ഫ്ലൈറ്റിന് പോയി. ആ ഫ്ലൈറ്റിൽ തന്നെ പോയിട്ട് തിരിച്ച് ഇറങ്ങി. അവരുടെ സ്ഥലത്തേക്ക് ഇറങ്ങി ഇവർ മൊബൈലിലേക്ക് നോക്കുമ്പോൾ മൊബൈലിൻ്റെ അക്കൗണ്ടിൽ ഈ റീഫണ്ടും കോമ്പൻസേഷനുമായിട്ട് 4 ഇരട്ടി കാശ് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ കരുതൽ. അപ്പോൾ നമ്മളെ ആവശ്യമൊക്കെ ദൈവത്തിൻ്റെ ആവശ്യമായി. അത് കഴിഞ്ഞ് ഇവരെത്രയാണ് ഫ്ലൈറ്റിന് മുടക്കിയോ അതിൻ്റെ 4 ഇരട്ടി. അപ്പോൾ അതിൻ്റെ ചിലവിൻ്റെ കാശുമായി, അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് നിൽക്കാനുള്ള കാശുമായി. അത് കഴിഞ്ഞ് ഈ ഉടമ്പടി കൂടിയിട്ട് അവർ പോയപ്പോഴത്തേക്ക് ആ വിസയും അവർക്ക് അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്ക് ആ വിസയും റെഡിയായി കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നിങ്ങളുടെ പ്രശ്നമേ ഇല്ല. ഇവിടെ വരുമ്പോൾ, ഉടമ്പടിക്ക് വരുമ്പോഴത്തേക്കും വന്നു നോക്കാം, ഉടമ്പടി എടുത്ത് നോക്കാം. ദൈവത്തിന് എന്ത് സന്തോഷമാണെന്നറിയാം. അമ്മ മാതാവിന് എന്ത് സന്തോഷം. അമ്മയോടുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നമ്മളെയൊക്കെ ഇവിടെ കാണുമ്പോൾ ആ സ്നേഹം ഉണ്ടാകണം. കാണുമ്പോൾ വലിയ സന്തോഷമാണ് അമ്മയ്ക്ക്.
പിന്നെ നിങ്ങളുടെ പ്രശ്നമേ ഇല്ല. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ, ഇതിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ ഈ സ്പീച്ച് കേൾക്കണമെന്ന് പറഞ്ഞത്. അച്ഛൻ്റെ ധ്യാനമൊക്കെ കേൾക്കണം. നമുക്ക് സംഭവിക്കുന്നത്, ഈ മാർക്ക് 11-ാം അധ്യായം 24-25 പറയുന്നത്, നമ്മളെല്ലാം വിശ്വസിച്ചാണ് ദൈവത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴും കുറേ നിയോഗമൊക്കെ എഴുതി വയ്ക്കും, നമുക്ക് വിശ്വാസമുണ്ട് അത് കിട്ടുന്നത്. അപ്പോൾ വചനത്തിൽ ദൈവം പറയുന്നത് ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൽ ദൈവം പറയണത്, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ചോദിക്കുന്നത് ലഭിച്ചെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക, നിനക്കത് ലഭിക്കും. അതാണ് പറയുന്നത്. എന്നുവെച്ചാൽ നീ വിശ്വസിക്കുക, നീ ചോദിക്കുമ്പോൾ തന്നെ നിനക്ക് കിട്ടും, അത് ലഭിച്ചെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാണാത്തൊരു കാര്യം അതിൻ്റെ അടുത്ത ലൈനിലുണ്ട്, നിനക്ക് ആരോടെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവരെ ക്ഷമിക്കുക. അതുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തവർ എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കാവോ? ഇന്ന് അനുഗ്രഹിക്കും ദൈവം, വലിയ അഭിഷേകം തരും. ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, എത്ര ശ്രമിച്ചാലും അതിങ്ങനെ മുറിവായിട്ട് കിടപ്പുണ്ട്. ഈസ് ദി ലോർഡ്. ഈ കൈപൊക്കിയവർക്ക് എല്ലാ അനുഗ്രഹം കിട്ടും കേട്ടോ, ഞാൻ ഉറപ്പ് പറയാം. ഇത് കേട്ടുന്ന അത് പ്രവർത്തിച്ചാൽ മതി. ഈസ് ദി ലോർഡ്. ഈ കൈ പൊക്കാത്തവരറിയലുണ്ടോ? ക്ഷമിക്കാൻ പറ്റാത്തവർ ഒന്നുകൂടി ഒരു ചാൻസ് തരാം, പൊക്കിക്കോ. ബാക്കിയെല്ലാം ക്ഷമിച്ചിട്ടുണ്ട്, നല്ല കാര്യം. പ്രൈസ് ദി ലോർഡ്. ആരെയും ക്ഷമിക്കാനില്ല, ബാക്കിയില്ല. ഹല്ലേലൂയ. ഇത് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത് മറ്റുള്ളവരെ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബോധ്യം നമുക്ക് വേണം. നമുക്ക് ഏതെങ്കിലുമൊക്കെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്, സാമ്പത്തികം തന്നിട്ടുണ്ട്, ഇല്ല മക്കളെ തന്നിട്ടുണ്ട്, ഭവനം തന്നിട്ടുണ്ട്. അതെല്ലാം അതേപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലതും നമുക്ക് ലഭിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗം ദൈവം സാധിച്ചു തരുന്നത് നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ തിരിച്ചെടുക്കപ്പെടും. അത് മത്തായി 18, 26, 27 നോക്കുമ്പോൾ ഈ വേലക്കാരൻ യജമാന് 10 ലക്ഷം പൗണ്ട് കൊടുക്കാനുണ്ടായിരുന്നു. 1 മില്യൺ എന്നാണെന്നാണ് പറയണത്. 10 ലക്ഷം രൂപ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു യജമാനോ ഒരു വേലക്കാരൻ 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായി. അയാൾ പോയി കറഞ്ഞപ്പോഴത്തേക്കും ആ 10 ലക്ഷം വിട്ടുകൊടുത്തു. എന്ന് വെച്ചാൽ അയാൾക്ക് 10 ലക്ഷം കിട്ടി. കൊടുക്കാനുള്ള കാശ് തരേണ്ടെന്ന് പറഞ്ഞാൽ 10 ലക്ഷം കിട്ടിയില്ല, അനുഗ്രഹം ലഭിച്ചു അയാൾക്ക്. അപ്പോൾ 10 ലക്ഷം കിട്ടി അയാൾക്ക്. യജമാൻ 10 ലക്ഷം തന്നു, 10 ലക്ഷം കൊടുത്ത്. അപ്പോൾ 10 ലക്ഷം അയാൾക്ക് കിട്ടി. അയാൾ 10 ലക്ഷം കൊടുക്കാണ്ടായിരുന്നു, നീ തരണ്ട എന്ന് പറഞ്ഞ് വിട്ടപ്പോഴത്തേക്കും ആ 10 ലക്ഷം കിട്ടിയത് അതാണ് അനുഗ്രഹം. ഈ അനുഗ്രഹം പ്രാപിച്ച് ഇയാൾ പുറത്തേക്ക് പോകുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപ കടം വാങ്ങിച്ച വേറെ ആളുണ്ടായിരുന്നു. ഇയാൾക്ക് 10 ലക്ഷം കിട്ടിയിരിക്കുക, അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാളോട് കടക്കാരന് വേറെ ഉണ്ട്. കടക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കടക്കാരൊക്കെയാണ്? നമ്മളുടെ കടക്കാർ, നമ്മളോട് തെറ്റ് ചെയ്യുന്നവർ, നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തവർ, നമുക്ക് അവരോട് വിഷമമുള്ളവരെല്ലാം കടക്കാരാണ്. അതുകൊണ്ടാണല്ലോ അവർ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് ചില കാര്യത്തിൽ. അപ്പോൾ ഈ 10 ലക്ഷം പ്രാപിച്ച് അയാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് 5000 രൂപ ഉള്ളൂ. ഈ 5000 രൂപ അയാൾ മാപ്പാക്കിയില്ല, അയാളോട് ക്ഷമിച്ചില്ല. ക്ഷമിക്കാത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈ 10 ലക്ഷം കൊടുത്തതും യജമാൻ തിരിച്ചു വാങ്ങിച്ചു. എന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷമിക്കേണ്ടത് ദൈവം നമ്മളെ 10 ലക്ഷം രൂപ കൊടുത്ത് ക്ഷമിച്ചിരിക്കുക. ഇവിടെ ദൈവമാണ് യജമാൻ. നമ്മളെ ക്ഷമിച്ചിരിക്കുക, നമ്മളെ പാവങ്ങളെല്ലാം ക്ഷമിച്ച് നമുക്ക് അനുഗ്രഹമായിട്ട് 10 ലക്ഷം തന്നിരിക്കുക. അതിൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു. അപ്പോൾ അനുഗ്രഹം, അതിൻ്റെ കൂടെ ക്ഷമയുടെ കൂടെ നിനക്ക് അനുഗ്രഹം കിട്ടിയിരിക്കുക. ഈ നിയോഗം എല്ലാം നടത്താൻ ദൈവം ആഗ്രഹിച്ചിരിക്കുക. പക്ഷെ നീ ഒരു 5000 രൂപ 10 ലക്ഷം ക്ഷമിച്ചതിൽ 5000 രൂപ പലവരോടും ക്ഷമിക്കുന്നതില്ല.
അപ്പോൾ ഇത് നമുക്ക് അവിടെ വഴി വെച്ച് ആ അനുഗ്രഹങ്ങളെല്ലാം തടസ്സപ്പെട്ട് തിരിച്ചെടുക്കപ്പെടും. അതാണ് പ്രശ്നം, നമ്മുടെ കയ്യിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് പലവരും ഉടമ്പടി പുതുക്കിയിട്ട് പറയും എനിക്ക് 6 കാര്യത്തിൽ 5 നടന്നു, 1 നടന്നില്ല. അപ്പോൾ നീ ക്ഷമിച്ചിട്ടില്ല ആരെയോ. ഞാൻ ക്ഷമിച്ചങ്ങോട്ട് ഇല്ല, വിളിച്ചങ്ങോട്ട് പറഞ്ഞ് വിളിച്ച് എന്നോട് ക്ഷമിക്കണേ കേട്ടോ എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഹൃദയത്തിൽ മുറിവായിട്ട് സൂക്ഷിക്കുമ്പോഴത്തേക്കും പ്രശ്നമാണ്. അതിന് നിനക്ക് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്, എന്തുകൊണ്ടാണ് അയാൾ എന്നോട് ഈ ദ്രോഹം ചെയ്തത്. അത് യഥാർത്ഥത്തിൽ അയാളാണോ ചെയ്തത്? ഇല്ല. ആദ്യം അത് മനസ്സിലാക്കുക. ചിലപ്പോൾ നമുക്ക് മുറിവ് കാണും. അമ്മയോടായിരിക്കാം, ഭർത്താവിനോടായിരിക്കാം, ഭാര്യയോടായിരിക്കാം, അയൽക്കാരനോടായിരിക്കാം, സഹോദരനോടായിരിക്കാം, ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം. അയാളെ കാരണമാണ് എൻ്റെ ജീവിതം അങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞ് അയാൾ എന്നെ അപമാനിച്ച് വലിയ പ്രശ്നമായി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊന്നുമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെ കാരണം മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ക്ഷമിച്ചത്. ഇതേപോലെ പഴയ നിയമത്തിൽ ഔസേപ്പിനെ സഹോദരന്മാരെല്ലാം കൂടി ചേർന്ന് ദ്രോഹിച്ചു. അവരെന്ത് ചെയ്ത്? അടിമയായിട്ട് ഈജിപ്തുകാരനെ വിറ്റ് അവർ. ഇതിൽ ഉൽപ്പത്തിയിൽ 45:5 ഔസേപ്പ് പറയുന്ന ഒരു വാക്കുണ്ട്. അതെന്താ കാര്യമെന്ന് വെച്ചാൽ, ഇവനെ ഈ സഹോദരന്മാർ ചതിച്ചത് അത് ദൈവം അനുവദിച്ചതാണ്. ദൈവം എന്തിനാണ് അനുവദിച്ചത്? ഔസേപ്പിനെ ഉയർത്താൻ വേണ്ടിയിട്ട്, അവരുടെ മുമ്പിൽ ഉയർത്താൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഉയർത്തേണ്ടത്? ഈ സഹോദരന്മാരെ പിന്നെ ഉള്ള കാലത്ത്, ക്ഷാമത്തിൻ്റെ കാലത്ത് അവരെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലപ്പോഴും ദൈവം ആരെങ്കിലുമൊക്കെ നമ്മളെ ദ്രോഹിക്കാനും ചതിക്കാനും അനുവദിച്ച് കൊടുക്കുന്നത് അവരുടെ മുമ്പിൽ നിന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അത് നീ മനസ്സിലാക്കണം. നിന്നെ ഉയർത്തി ആരാണ് നിന്നെ ദ്രോഹിച്ചതോ അവർ നീ വഴി ഉയർത്തപ്പെടണം, വിശ്വാസത്തിലും കൃപയിലും ഉയർത്തപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം അനുവദിച്ചു കൊടുക്കുന്നത്. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആരോടും വെറുപ്പ് വെച്ചിട്ട് കാര്യമില്ല. ഔസേപ്പ് പറയണ ഒരു വാക്കായത്, ദൈവം അനുവദിച്ച് തരുന്നത് നിന്നെ ഉയർത്താനാണ്. ആരെങ്കിലും നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കോ, നിനക്ക് അനുഗ്രഹം ലഭിക്കാൻ പോവുകയാണ്. അപ്പം അനുഗ്രഹം ലഭിക്കുമ്പോൾ നീ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവം തരും. ആരെങ്കിലുമൊക്കെ നിന്നെ ചതിക്കണം, ദ്രോഹിക്കണം, അപ്പോൾ നിനക്ക് അനുഗ്രഹം തരും. അനുഗ്രഹം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നീ മറ്റുള്ളവർക്ക്, അതാണ് റോമ 12:14 പറയണം, നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നീ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, അവരെ ഉയർത്താൻ വേണ്ടിയിട്ട്. എന്ത് കാര്യമെന്ന് വെച്ചാൽ അവൻ നിന്നെ ദ്രോഹിച്ചത് കൊണ്ട്, ചതിച്ചത് കൊണ്ടാണ് നിനക്ക് അനുഗ്രഹം ലഭിക്കാൻ പോകുന്നത്. അതൊരു അനുഗ്രഹമാണ്. ക്ഷമിക്കാനുള്ളൊരു അവസരം ലഭിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. നീ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത്, നീ ഉയർത്തപ്പെടുന്നത്. മറ്റാളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അവരോട് സങ്കടവും വിദ്വേഷവും വെറുപ്പും ഒക്കെ നമ്മളെ മനസ്സിലുള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ക്ഷമിക്കപ്പെടണം, നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. ആദ്യം നമ്മളെ കയ്യിൽ 10 ലക്ഷം കിട്ടിയാലേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? മറ്റുള്ളവരെ ക്ഷമിക്കാൻ പറ്റുമോ? അതിന് എങ്ങനെയാണ്? ഈ പാപത്തിൻ്റെ നിലയെന്ന് പറഞ്ഞത് ദൈവത്തിലിരുന്ന് അകന്ന് നിൽക്കുന്ന നിലയാണ്. പാപം എന്താണ്? ദൈവത്തിലിരുന്ന് അകന്ന് നിൽക്കുന്ന നില. പാപത്തിന് നമ്മൾ ക്ഷമിക്കപ്പെടുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? ദൈവത്തെ അനുഗമിക്കുക. ദൈവം അങ്ങനെയാണ് എപ്പോഴും പറയണത്, എൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ അനുഗമിക്കുക. അതാണ് എപ്പോഴും ദൈവം പറയുന്നത്. ദൈവത്തെ അനുഗമിക്കുക.
അപ്പോൾ ദൈവത്തിൻ്റെ ശിഷ്യയായിട്ട് മാറുക, ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക. പാപം ക്ഷമിക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിനെ അനുഗമിച്ച് നടക്കാൻ സാധിക്കും, ദൈവവചനം പാലിക്കാൻ സാധിക്കും, പ്രാർത്ഥിക്കാൻ സാധിക്കും, ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കും. നമ്മൾ പാപമുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഉത്കണ്ഠയും സങ്കടവും ദൈവത്തിന് അനുഭവിക്കാൻ സാധിക്കാത്തതും. നമുക്ക് എപ്പോഴും പേടി വരുന്നതും സങ്കടം വരുന്നതും കരച്ചിലും പെരുവെറുപ്പും ഇതെല്ലാം പാപത്തിൻ്റെ നില നമ്മളുടെ അകത്തുള്ളത് കൊണ്ടാണ്. ദൈവത്തിനെ അനുഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്കതുണ്ടാകില്ല. അപ്പോൾ അതിനെന്താ ചെയ്യുക? നമുക്ക് പാപത്തിൻ്റെ നമുക്ക് ക്ഷമ കിട്ടണമെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും അറിയാം. എന്താ ചെയ്യുക? അനുദപിക്കുക, അല്ലേ? അനുതാപം നമ്മൾ കേട്ടിട്ടുണ്ട്. അച്ഛനും ഇന്ന് പറഞ്ഞതാ, നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിക്കുക. അവിടെയാണ് പ്രശ്നം. അനുദപിക്കുമ്പോഴത്തേക്കും നമുക്ക് ദൈവത്തെ അനുഗമിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ അനുദപിക്കേണ്ടത് എങ്ങനെയാണ് അനുദപിക്കേണ്ടത്? ലൂക്ക 14:33 പറയുന്നത്, നീ എന്നെ അനുഗമിക്കണമെങ്കിൽ നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കുക എന്നാണ് ഈശോ പറയണം. നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അനുഗമിക്കേണ്ടത്. എന്ന് വെച്ചാൽ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നീ അനുദപിക്കുക, ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് വരിക. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് തിരിച്ചു വരണം. അപ്പം നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം എൻ്റെ പുറയിൽ വരാൻ. ഉപേക്ഷ എന്താണ്? പാവത്തിനോടുള്ള ഒരു അടിമത്വം എന്ന് വെച്ചാൽ അതിനോടുള്ള ഒരു സ്വാദ്, രുചി, സ്നേഹം. നമുക്കെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനുദപിക്കുമ്പോഴും പിന്നെ ചെയ്തോളാം എന്നുള്ളത് കിടപ്പുണ്ട് മനസ്സിൽ. അതെന്തിനാണ് വിടേണ്ടത്? നമ്മൾ അതിങ്ങനെ പിന്നെയും അത് തന്നെ ചെയ്യും. അതിലൊന്ന് വിട്ടു പോരാനാണ് ഈശോ പറയണത്. അങ്ങനെ നോക്ക്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ചത്തേക്ക് വിട്ടു നോക്ക്. പിന്നെ അത് നിങ്ങൾക്ക് വലിയ അനുഭവമൊന്നും കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ ചെയ്തു. ഒരാഴ്ചയ്ക്ക് നോക്ക്, ഞാൻ പറയാം, ചെയ്തു നോക്ക്. പിന്നെ ഇങ്ങനെ പോകില്ല, തിരിച്ചു പോകില്ല. അപ്പോൾ ഇത് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടത്, ആദ്യം ഞാൻ അനുദപിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിദ്വേഷം സൂക്ഷിച്ചിട്ടുണ്ട്, വെറുപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും കുറച്ചൊക്കെ വെറുപ്പും വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ അനുദപിക്കാൻ പോകുന്ന. ദൈവമേ, ഞാൻ നിൻ്റെ മുമ്പിൽ പാവം ചെയ്തു പോയി. അത് വിടുക, ബോധപൂർവം വിടുക. പിന്നെ നമ്മളെ സങ്കടവും ഒരു മുറിവിൻ്റെ കാര്യമാണ്. വിശ്വാസത്തിൻ്റെ കുറവുണ്ട്. ഉൾക്കണ്ഠ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ കുറവുണ്ട്. ആ വിശ്വാസക്കുറവ് വിട്ടുകൊടുക്കുക, പിന്നെ അനുദപിക്കുക. ദൈവത്തിൻ്റെ മനസ്സ് മാറും. പിന്നെ നമ്മളോടുള്ള ഒരു വിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്, അതും വിട്ടുകൊടുക്കുക. ദൈവമേ, നീ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമുള്ളത് എന്താ കാര്യമെന്ന് വെച്ചാൽ, ഈ സെൽഫ് കോൺഫിഡൻസും വേറെ ഈ ഡിപ്പെൻഡൻസി ഉണ്ടാകില്ല. നമുക്ക് ആശ്രയം കുറവായിരിക്കും. നമ്മൾ ചില കാര്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, എനിക്ക് നാളെ ഒരാൾക്ക് ഒരു 20,000 രൂപ കൊടുക്കണം. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ തോന്നുന്നു, അത് കിട്ടിയില്ലെങ്കിൽ അവരുണ്ടല്ലോ, അവിടെ പോയി ചോദിച്ചു നോക്കാം, എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്ന് വെച്ചാൽ വേറൊരാളിൽ ആശ്രയം വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വേറെ ആളെ നീ ഒരു ആശ്രയമായിട്ട് ഹൃദയത്തിൽ വെച്ചിരിക്കുക, അതും വിട്ടുകൊടുക്കുക. വിട്ടിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കുക എന്നാണ് ഈശോ പറയണം. അപ്പോൾ വിടുക, എല്ലാം വിട്ടുകൊടുത്തിട്ട് നിൻ്റെ ഈഗോ എല്ലാം വിട്ടുകൊടുക്കുക, നിന്നെക്കുറിച്ചുള്ള വിചാരം എല്ലാം വിട്ടുകൊടുത്തിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വരിക. അത് കാര്യം എന്താണെന്നാ, ഈ മത്തായി ലൂക്ക 5:27 പറയുന്നുണ്ട്. അതിൽ മത്തായിനെ ഈശോ വിളിക്കുന്നുണ്ട്, നീ അനുഗമിക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഈശോയുടെ വിളി അനുഗമിക്കാൻ പറയുമ്പോൾ മത്തായി തനിക്കുള്ളതെല്ലാം വിട്ടിട്ടാണ് ഈശോയുടെ പുറകിൽ പോയത്. പത്രോസിനെയും വിളിക്കും, എന്നെ അനുഗമിക്കാമെന്ന്. പത്രോസ് വലയും വഞ്ചിയും എല്ലാം അവനിക്കുള്ളതെല്ലാം വിട്ടിട്ടാണ് ഈശോനെ അനുഗമിച്ചത്. അപ്പോൾ പാപത്തിൻ്റെ നിലയിരുന്ന് തിരിച്ച് ദൈവത്തിലേക്ക് പോകുമ്പോൾ നമുക്കുള്ളതെല്ലാം വിട്ടിട്ട് വേണം
അങ്ങോട്ട് പോകാൻ. എന്തെങ്കിലുമൊക്കെ ഇങ്ങ് വിട്ടുകൊടുക്കണം. ഞാൻ അനുദപിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നമുക്കൊന്നും അറിയില്ലെങ്കിൽ, ദൈവമേ ഇന്ന് ഞാൻ ഈ പാവം ചെയ്തു പോയി, എൻ്റെ പാവം ക്ഷമിക്കണേ, ഞാൻ ഇനി ഈ ആവശ്യമില്ലാതെ നിൻ്റെ പ്രാർത്ഥനയില്ലാതെ മൊബൈലിൽ വേറെ ഒന്നും നോക്കില്ല. ഈ പാവത്തിൻ്റെ എന്തെങ്കിലും കാര്യം ഞാൻ മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ന് വിടാൻ പോയി ഇപ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് ഞാൻ ഇന്ന് എൻ്റെ ഭർത്താവിനോട് ഞാൻ ക്ഷമ ചോദിക്കാതിരിക്കുക, കുറേ കാര്യം ഞാൻ ഇന്ന് ക്ഷമ ചോദിക്കുക, വിട്ടുകൊടുക്കുക, എൻ്റെ ഈഗോനെ ഞാൻ വിട്ടുകൊടുക്കുക. ഇതിൽ ശ്രദ്ധിക്കണം, ഈഗോ വിട്ടുകൊടുക്കുമ്പോഴത്തേക്കും ഇതിൽ പലവർക്ക് സംഭവിക്കുന്ന എന്താ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു തീരുമാനം എടുക്കും, അത് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും, നീ ക്ഷമിക്കണമെന്ന്. പക്ഷേ നമ്മൾ ക്ഷമിക്കാൻ തീരുമാനിച്ച പിന്നെ വഴിയിൽ തങ്ങരുത്, വഴിയിൽ അപ്പുറത്തിപ്പുറത്ത് നോക്കരുത്, ഒരു കാരണവശാലും നോക്കരുത്. ഇത് സംഭവിക്കാൻ എന്താണെന്ന് വെച്ചാൽ, ഭാര്യ തീരുമാനിക്കും, ഭർത്താവ് പുറത്തേക്ക് പോയപ്പോഴത്തേക്കും ഇന്ന് വഴക്കിട്ടാ പോയത്, ഞാൻ കുറേ ചീത്ത വിളിച്ച്, ഇല്ല കുറേ പ്രശ്നം പറഞ്ഞാൽ പോയത്, ശ്രദ്ധിക്കണത്. അപ്പോൾ തീരുമാനം എടുക്കും, ഇങ്ങനെ ഈ പ്രസംഗം കേട്ടില്ല, പ്രാർത്ഥിച്ചിട്ട് ഓക്കെ ഞാൻ ക്ഷമ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് തിരിച്ച് ഭർത്താവിനെ വിളിക്കുമ്പോഴായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഭർത്താവിൻ്റെ ഫോൺ ബിസി ആയിരിക്കും, ഇല്ല എൻഗേജ്, ഇല്ല കോൾ വെയിറ്റിംഗ് ആയിരിക്കും. അപ്പം പിശാചി ഇവിടെ തോന്നിപ്പിക്കും, ഞാൻ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അയാൾക്ക് ഭയങ്കര സന്തോഷം, അയാൾ ആരോടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിനോടായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഇവിടെ ക്ഷമ പറയാൻ പോയത്, പിന്നെ തിരിച്ച് ഭർത്താവ് വിളിക്കുമ്പോഴത്തേക്കും കാലത്തെ ഒരു ചീത്ത വാക്കായിരിക്കും പറഞ്ഞാൽ 10 പറഞ്ഞ് അവസാനിപ്പിക്കും. ചെയ്യരുത്. ഈ ട്രാൻസ്പോർട്ട് ബസ്, ഞാൻ ഇന്നലെ എൻ്റെ അവിടുത്തെ കോയമ്പത്തൂരിൽ പറഞ്ഞ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറെ പോലെ ആയിരിക്കണം. ഡ്രൈവർ ഇപ്പോൾ എറണാകുളത്തിരുന്ന തിരുവനന്തപുരത്തേക്ക് ഓടുന്ന ബസ് ഡ്രൈവറിന് ഒരു സമയം കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ 1 മണിക്ക് എടുത്താൽ 6 മണിക്ക് അവിടെ എത്തണം. അയാൾ ആകെ വാച്ച് നോക്കി ഒരേ സ്റ്റേഷനിൽ ഈ സമയത്ത് എത്തണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പുറത്ത് വഴിയിൽ ആരെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ച് അയാൾ വണ്ടി നിർത്തി അത് നോക്കി നിൽക്കില്ല. ബസ്സിൻ്റെ അകത്ത് ആരെങ്കിലും വഴക്കിട്ട് അത് നോക്കില്ല. ലോറിക്കാർ വഴിയിൽ വെച്ച് ഇയാളെ ചീത്ത വിളിച്ചാൽ നീ എന്താണ് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞാൽ അയാളോട് വഴക്കിന് പോകില്ല. അയാൾക്ക് ഞാൻ എത്തേണ്ടിയ ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ സമയത്ത് എത്തണം. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അനുഗ്രഹം തടസ്സപ്പെട്ടിരിക്കുക. ആ അനുഗ്രഹം തടസ്സപ്പെടാതെ ഇരിക്കാൻ ഞാൻ ക്ഷമ ചോദിക്കണം. ആരെങ്കിലോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും, നമ്മൾ ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോഴേക്കും നമ്മളുടെ മനസ്സിൽ തോന്നുന്നത്, ഞാൻ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എല്ലാവരോടും പറയും നാണം കെട്ടുപോയി എന്നോട് വിളിക്കുകയാണ്. അപ്പോൾ ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്, ഇതിൽ കുരുക്ക് കിടപ്പുണ്ട്. മത്തായി 5:23 ഈശോ പറയുന്നത്, നിനക്ക് ആരെങ്കിലുമായിട്ട് വിഷമമുണ്ടെങ്കിൽ പോയി ക്ഷമ ചോദിക്കാനില്ല പറഞ്ഞിരിക്കണം. അത് ചോദിക്കണം. അത് മാത്രമല്ല, നിന്നോട് ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ ചോദിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മളെ ഈഗോനെ വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിനെ അനുഗമിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ദൈവ സാന്നിധ്യത്തിലുണ്ടാവും, എന്നാലേ നമുക്ക് അനുഗ്രഹം തടസ്സപ്പെട്ടിരിക്കുന്ന അനുഗ്രഹം നമുക്ക് കിട്ടൂ. ഇല്ലെങ്കിൽ അവിടെ തടസ്സമാവും. ഇത് യോനയുടെ പുസ്തകത്തിലെ 3-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നത്, നിൻ്റെ മനസ്സ് നീ മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റും. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം മനസ്സ് മാറ്റും. ദൈവത്തിലിരുന്ന് നീ അകന്നിരിക്കുകയാണെങ്കിൽ ദൈവം മനസ്സ് മാറ്റി നിൻ്റെ അടുത്ത് വന്ന് നിന്നോളും. അപ്പം അനുഗ്രഹം നിനക്ക് ലഭിക്കും. ഇതെനിക്ക് സംഭവിച്ചാൽ ഞാൻ ഇത് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള, ഈ അനുഭവം പറഞ്ഞിട്ടുള്ള, എൻ്റെ കോയമ്പത്തൂർ പ്രാർത്ഥനയ്ക്ക് ഒരു കൊച്ച് 1 കൊല്ലമായിട്ട്, ഒരു ഹൈന്ദവ കൊച്ച, സംഗവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര്, അത് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അത് എന്താ പ്രാർത്ഥിക്കാൻ വന്ന 2 കാര്യത്തിനാണ് വന്നത്. ഒന്ന്, അതിന് ഏത് ഹോസ്പിറ്റലിൽ പോയാലും വയറുവേദന വിട്ട് മാറണില്ല. രണ്ടാമത്തത്, അതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും നല്ല കോളേജാണ് PSG കോളേജ്. അവിടെ ഒരു അഡ്മിഷൻ കിട്ടണമായിരുന്നു, ആ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടണം. അതിന് കിട്ടില്ല, മാർക്ക് കുറവാണ്. അപ്പോൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന് ആരൊക്കെയോ പറഞ്ഞ് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് വന്ന ആദ്യത്തെ ആഴ്ച വന്നപ്പോഴത്തേക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വയറുവേദനയൊക്കെ മാറി, ടോട്ടലായിട്ട് മാറി. അത് സാക്ഷ്യപ്പെടുത്തി. പക്ഷേ അവൾ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് അവിടെയൊക്കെ പറയുമായിരുന്നു, എന്നെ കാണുമ്പോഴൊക്കെ പറയുക, എനിക്ക് അഡ്മിഷൻ വേണം PSG-ക്ക്, അതിനാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുക. അടുത്ത കൊല്ലം 1 കൊല്ലം എനിക്ക് പോയി അവിടെ കിട്ടാത്ത കൊണ്ട് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ല. എൻ്റെ കോയമ്പത്തൂർ ബ്രദേഴ്സിനൊക്കെ അറിയാം, ആ കൊച്ചിനെ അറിയാം, ഇവിടെ ഇരിക്കേണ്ട. അപ്പം അത് 1 കൊല്ലമായിട്ട് വന്ന് ഞാൻ ഒരു ഞായറാഴ്ച
എൻ്റെ ഇടവപ്പള്ളിയിൽ കാലത്തെ കുർബാന കൂടിയിട്ട് പുറത്ത് വന്നപ്പോൾ ഈ കൊച്ചിൻ്റെ മിസ് കോള് 2-3 മിസ് കോളുകളുണ്ട് ഫോണിൽ. അപ്പോൾ ഞാൻ എപ്പോഴും കാലത്തെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഒരു ചായക്കടയുണ്ട്, ഈ പള്ളിയുടെ മുമ്പിൽ തന്നെ ചായക്കടയുണ്ട്. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കാലത്ത് ചായ കുടിക്കാത്ത കാലത്തെ കുർബാനയ്ക്ക് പോകുന്നില്ലേ, അപ്പോൾ പോയി അവിടെ ചായ കുടിക്കണം എനിക്ക് എന്തായാലും. ചൂട് ചായ ഓർഡർ ചെയ്തിട്ട് ഞാൻ മിസ് കോൾ എടുത്തിട്ട് നോക്കി. അപ്പോൾ ഈ കൊച്ചിനെ ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അന്ന് ഞായറാഴ്ച അവർക്ക് കൗൺസിലിംഗ് ആണ്. ഞാൻ വിട്ടുപോയി. 1 കൊല്ലം കഴിഞ്ഞായിരുന്നു, അന്നായിരുന്നു ആ കൊച്ചിൻ്റെ അഡ്മിഷൻ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുക PSCയിൽ. ഈ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ കൗൺസിലിങ്ങിൽ. അപ്പോൾ അതുമാത്രമല്ല എന്നോട് പറഞ്ഞ ബ്രദറിലെ പറഞ്ഞ് ഈശോടുത്ത് ചോദിച്ചാൽ എല്ലാം കിട്ടുമെന്ന് അതും പറയുന്നുണ്ട്. എനിക്ക് സങ്കടമായി. വേറെ ആരെങ്കിലാണെങ്കിൽ കുഴപ്പമില്ല, ഈ കൊച്ച് ഹൈന്ദവ കൊച്ചാ, കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ 1 മിനിറ്റ് എനിക്കൊന്ന് പറയാം. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് പറയാൻ കിട്ടേണ്ട എന്തെങ്കിലും കുഴപ്പമില്ല, അടുത്ത പോലെ ആയിക്കോളൂ, ഇല്ല ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകില്ല അതൊന്നും. അത് പറയേണ്ടവരോടില്ലേ പറയാൻ പറ്റുമോ, അതിനെങ്ങനെ മനസ്സിലായി? അത് ഇതിനു വേണ്ടി മാത്രം വന്നാൽ അവർ. ഞാൻ അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്ത് പോയി. എനിക്ക് ഈ വചനം ഓർമ്മ വന്നത്, ദൈവം എന്താ ഇങ്ങനെ കാണിച്ചത്, ദൈവത്തിൻ്റെ എന്താ മനസ്സ്. അപ്പോൾ ദൈവം മനസ്സ് മാറ്റും, നീ മനസ്സ് മാറ്റിയാന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്ത് മനസ്സ് മാറ്റാനാണ്? അയാൾ ചായക്കടക്കാരൻ ഒരു ഗ്ലാസ് ചായ തന്നു. ഞാൻ പറഞ്ഞ എന്നാൽ ഞാൻ ഈ ചായ കുടിക്കണല്ലോ, അതാണ് ഞാൻ മനസ്സ് മാറ്റം എന്ന് പറഞ്ഞ് ചായ അങ്ങോട്ട് കളഞ്ഞ്. കടക്കാരൻ നോക്കിയേക്കാം ഇങ്ങോട്ട്. ഞാൻ ആദ്യം അങ്ങോട്ട് കളഞ്ഞ്, അവിടെ വെച്ചാൽ പിന്നെ കുടിക്കാൻ തോന്നുന്നു പറഞ്ഞ് കളഞ്ഞ് അങ്ങോട്ട് കളഞ്ഞിട്ട് ഞാൻ പള്ളിയുടെ അകത്ത് പോയി. ആൾത്താരയുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ എന്തായാലും മനസ്സ് മാറ്റി. ഇത് തമാശയാണെങ്കിൽ തമാശയില്ല കേട്ടോ, ഞാൻ സീരിയസ് ആയിട്ടാണ്. മനസ്സ് മാറ്റണം, മനസ്സ് മാറ്റേണ്ട. ഈ ചായ കളഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ മനസ്സ് മാറ്റേണ്ടേ. ആ സമയത്ത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ, ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ, നിങ്ങൾ ക്ഷമപ്പെടണം, പാപം അത് ചെയ്യില്ല, ഇനി ഞാൻ കുറ്റം പറയില്ല, പിറുവിറുക്കില്ല, അതൊക്കെ ഞാൻ വിടയാണ്, അത് ഞാൻ കളയാണ് എന്ന് പറയണം. ഞാൻ അവിടെ പോയിട്ട് കൈയും പൊക്കി പ്രാർത്ഥിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ സൈലൻ്റിൽ ഇട്ടിരിക്കുക മൊബൈൽ. പിന്നെയും മിസ് കോള്. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കും കൊന്ത കയ്യിലുണ്ട് കേട്ടാ. ആ കൊച്ചു പറയുക, എനിക്ക് സീറ്റ് തിരിച്ച് വിളിച്ച് തന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് വേറെ ആൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത ആൾ ഫീസ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൽ. അപ്പോൾ ഒരു സീറ്റ് കാലിയുണ്ട്, ഇവരവിടെ ഇരിക്കണ കണ്ടിട്ട് തിരിച്ച് വിളിച്ചിട്ട് ഫീസ് അടപ്പിച്ച് സീറ്റ് കൊടുത്ത്. ഇതാണ് നീ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം മനസ്സ് മാറ്റും. അപ്പം അനുദപിക്കേണ്ടത് ഇങ്ങനെയാണ് നീ അനുദപിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അനുദപിക്കേണ്ടത് ഇങ്ങനെയാണ്. നീ ക്ഷമിക്കേണ്ടത് എന്തുകൊണ്ടാണ്? നിന്നോട് ദ്രോഹം ചെയ്യുന്നവർ ദൈവം അനുവദിച്ച് തരുന്നതാണ് നിന്നെ ഉയർത്താൻ വേണ്ടിയിട്ട്. അതൊരു അവസരമാണ് നിനക്ക്. അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അവരെന്ത് ചെയ്യുന്നെന്ന് അവരറിയുന്നില്ല പിതാവേ, അവരോട് ക്ഷമിക്കുക. ഈശോനെ എല്ലാവരും ദ്രോഹിച്ച്, ആ ദ്രോഹിച്ചവരെ തന്നെ നമ്മളെയൊക്കെ ദ്രോഹിച്ച് കുരിശിൽ കിടത്തി ദൈവം ഉയർത്തി. എന്തിനു വേണ്ടി ഉയർത്തിയ? നമ്മളെ നിത്യതയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയാണ് പലവരും നമ്മളോട് ദ്രോഹം ചെയ്യാൻ ദൈവം അനുവദിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരോടും ക്ഷമിക്കാമല്ലേ, അനുദപിക്കാമല്ലേ? വിട്ടിട്ട് അനുദപിക്കേണ്ടത്. അത് പിടിച്ചു വെച്ചിട്ടുണ്ട്. പാവം പോക്കറ്റിലിട്ട് പിടിച്ച് പേഴ്സിൽ വെച്ച് പൂട്ടി വെച്ചിട്ടില്ല അനുദപിക്കേണ്ടത്. വിട്ടു കൊടുത്തിട്ട് നീ അനുദപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.